Namaskaram, Chelsea Karans. Welcome back to Chelsea Karans channel. Lineup നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Welcome to the pre-match discussion of Chelsea versus Tottenham. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി 75th ഇൻഡിപെൻഡൻസ് ഡേ. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ തുടങ്ങാം. ആൻഡ് വെൽക്കമിംഗ് ഓൺ ടു ദ സ്ട്രീം നമ്മുടെ പ്രിയങ്കരനായ റെഗുലറായിട്ട് സ്ട്രീംസിലുള്ളവർക്ക് അറിയാൻ പറ്റുന്നു മിസ്റ്റർ ആസ്പെൻ. വെൽക്കം ബാക്ക് ടു ദ സ്ക്രീം. അതേതാ പുറകിൽ ഏതാണ് എന്താണ് പുറകിൽ 22ന്റെ ജേഴ്സി? മ്യൂട്ടാണ് ആസ്പെൻ മ്യൂട്ടാണ്. എന്റെ തന്നെ ജേഴ്സിയാണ്, നോക്കണ്ട. കഴിഞ്ഞ സീസണിലെ ചെൽസി ജേഴ്സി നീ നോക്കണ്ടെന്നുള്ളത്. അഭിഷേക്, നയൻ, ലെവി, ക്രിസ്റ്റോ, ഗോപികൃഷ്ണൻ, സന്ദീപ്, അനന്തു, എല്ലാവരും വെൽക്കം. ആൻഡ് ഓൾസോ വെൽക്കമിംഗ് ഇൻടു ദ ഡിസ്കഷൻ ഈസ് അജിത്. ഹായ്, വെൽക്കം. ഹലോ. ഞാനിപ്പോ ട്വീറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് ലൈനപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന ലൈനപ്പ് പേര് വന്നിട്ടില്ലാന്ന് തോന്നുന്നു. വന്നു. ഓക്കെ, ഗ്രേറ്റ്. സോ ലൈനപ്പ് ഇസ് കം. യെസ്, ജെയിംസ്, തിയാഗോ സിൽവ, കൂലബാലി, റൂബൻ ലോഫ്റ്റസ്-ചീക്ക്, കാന്തെ, ജോർഗിനോ, കുക്കുറെല. മൈ ലൈനപ്പ്. യെസ്. ഫ്രണ്ട് ത്രീ ആരൊക്കെയാണ്? എന്റെ 100% എന്റെ ലൈനപ്പ് ഇറ്റ്സ് പെർഫെക്റ്റ് ലൈനപ്പ്. ഒരാൾ പോലും മാറിയിട്ടില്ല. ഐ മീൻ കളിക്കും എന്തെന്ന് അറിയില്ല, കളി തോറ്റാ തോക്കുക, എനിക്ക് ജയിക്കും എനിക്കറിയില്ല. ലൈനപ്പ് 100% കറക്റ്റ് ആണ്. സോ റൂബൻ ലോഫ്റ്റസ്-ചീക്ക് ആണ് റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് കളിക്കാൻ പോകുന്നത്. ആൻഡ് RCB ആയിട്ട് ജെയിംസ്. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു അജിത്താണെന്ന് തോന്നുന്നു പറഞ്ഞത്. അജിത്താണോ പറഞ്ഞത് നമ്മുടെ ടോണിയാണോ പറഞ്ഞത്? എന്തിനാണ് അവനെ പിടിച്ചിട്ട് റൈറ്റ് വിംഗ് ബാക്ക് ആക്കുക എന്നുള്ളത്? ഫസ്റ്റ് തോട്ട്സ് ആസ്പിനിലേക്ക് വരാം. ലൈനപ്പിനെ കുറിച്ചിട്ടുള്ള റിയാക്ഷൻ എന്താണ്? ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ലൈനപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂബൻ ലോഫ്റ്റസ്-ചീക്ക് ഈ പറഞ്ഞ പോലെ എന്തായാലും ലൈനപ്പിൽ വരാൻ ഒരു ചാൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി റൈറ്റ് വിംഗ് ബാക്ക് പൊസിഷൻ. കാരണം റീസ് ജെയിംസ് ലാസ്റ്റ് ഗെയിമിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അസ്പിലിക്കേറ്റ് ലീവ് ചെയ്യുന്ന സ്പേസ് കവറപ്പ് ചെയ്യാനായിട്ട് ഈ സേജ് ഈസ് നോട്ട് എന്താ പറയുക ഗിവിംഗ് ഇൻ ദാറ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് റൈറ്റ് നൗ. സോ ആ ഒരു ത്രെറ്റ് ഇൻ പേസ്, എസ്പെഷ്യലി സണ്ണും ഒക്കെ പോലുള്ള പ്ലേയേഴ്സിന്റെ എന്താ പറയുക പേസ് കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ന് റീസ് ജെയിംസ് സെന്റർ ബാക്കിലുണ്ട്. ട്രെവോയ്ക്ക് ഒരു ചാൻസ് കൊടുക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബട്ട് ദെൻ ഹീസ് ടേക്കിംഗ് വിത്ത് റീസ് ജെയിംസ് ഇൻ സെന്റർ ബാക്ക്. അഗൈൻ കഴിഞ്ഞ കളിയിൽ വളരെ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്ന തിയാഗോ സിൽവ ആൻഡ് വെരി ഗുഡ് പെർഫോമൻസ് ഫ്രം കുൽബാലി. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈനപ്പ് ആണെന്ന് തന്നെ പറയാം. ആൻഡ് കുക്കറലിന്റെ കഴിഞ്ഞ മണത്തെ ഇൻട്രൊഡക്ഷൻ ദാറ്റ് വാസ് റിയലി നൈസ്. വളരെ എന്താ പറയുക എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡെബ്യൂ ആയിരുന്നു. സോ ഓവറോൾ ഇറ്റ്സ് എ വെരി നൈസ് എന്താ പറയുന്നത് മിഡ്ഫീൽഡ് ആൻഡ് ഡിഫൻസ് വളരെ നല്ല ലൈനപ്പ് ആണെന്ന് പറയാം. ബട്ട് കമ്മിങ് ബാക്ക് ടു ഫോർവേഡ്, ഗോയിങ് ഫോർവേഡ് ദ ഇഷ്യൂ ഈസ് അഗൈൻ എനിക്ക് ഇനിയും മനസ്സിലാവാത്തൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് മൗണ്ട് റൈറ്റിലും കൈ ഹാവേർട്സ് ലെഫ്റ്റിലും. ലൈനപ്പിൽ അങ്ങനെയാണ് കാണുന്നത്. ഇനി ഓൺ പിച്ച് എങ്ങനെയാവും അറിയില്ല. ആൻഡ് സ്റ്റെർലിംഗ് ത്രൂ ദ മിഡിൽ ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ ഫോർ മീ. ബട്ട് ഐ ലൈക്ക് ടു സീ കൈ ഹാവേർട്സ് എന്താ പറയുന്നത് റൈറ്റ് പൊസിഷനിൽ നിന്ന് കളിക്കുന്നതും മൗണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് ലെഫ്റ്റിൽ നിന്ന് ഇൻസൈഡിലേക്ക് കട്ട് ചെയ്യാനും ആ ഭാഗത്തിനൊരു പ്ലേയിങ് സ്റ്റൈലിലേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ബട്ട് അതർവൈസ് വെരി ഗുഡ് ലൈനപ്പ്, വെരി ഡീസന്റ് ലൈനപ്പ് ഐ ക്യാൻ സീ. അജിത്തിലേക്ക് വരാം. അതിനു മുമ്പ് വെൽക്കമിംഗ് ടു ദ സ്ട്രീം ഇസ് ഗിരീഷിലേക്ക് വരുന്നതിന് മുമ്പ് അജിത്തിലേക്കുള്ള ഇനിഷ്യൽ റിയാക്ഷൻ ഇതായിരുന്നു. അജിത്തിന്റെ പ്രൊഡിക്ഷൻ. യു ആർ സർപ്രൈസ് ദാറ്റ് ആസ്പിലിക്വേറ്റ മിസ്സസ് ഔട്ട്. ഒരൊറ്റ സെക്കൻഡ്. ചാലബ, ചിൽവെൽ, ഗാലഹർ, കാലമച്ചനോഡോയ്, ബ്രോജോവ്, സിയക്, പുളിസിക്. ഐ തിങ്ക് നമ്മുടെ യൂഷ്വൽ സസ്പെക്ട്സ് തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടിൽ. ഇപ്പൊ ടീമോ വർണർ ഇല്ല, ലുക്കാക്കു ഇല്ല, അലോൺസോ ഇല്ല, എമേഴ്സണും ഇല്ല. So I think now we know which is the proper 15 to 17 players. But before that, Ajit expect ചെയ്ത lineup ആണോ ഇത്? ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തത് ചിൽവെൽ ബാക്ക് ടു ദ ബെഞ്ച് ആണ്. ഐ തോട്ട് ചിൽവെൽ ആൻഡ് കുക്കറെല വുഡ് പ്ലേ ആസ് ദ LCB. ആസ്പിനെ ഞാൻ ബെഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ റൂബൻ ലോഫ്റ്റസ്-ചീക്ക് പ്ലേയിങ് ആസ് RCB ദാറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് സർപ്രൈസിങ്. കാരണം അറിയില്ല, ഹീസ് yet to prove in that position. And എനിക്ക് തോന്നുന്നു നമ്മൾ റിയൽ മഡ്രിഡിനോട് കഴിഞ്ഞ സീസണിൽ കണ്ട ഒരു കളി മേ ബി ഹി മൈറ്റ് ഡ്രോപ്പ് ടു ദ മിഡ്ഫീൽഡ്, റീസ് മൈറ്റ് ഇന്റർചേഞ്ച് വിത്ത് ഹിം, അങ്ങനത്തെ കുറച്ച് കളി കാണുമായിരിക്കും. ആൻഡ് ആസ്പിൻ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം at the moment maybe Tuchel is thinking front three ഇതാണ് ബെസ്റ്റ് ലൈനപ്പ്. ലൈക്ക് പുലിസിക്ക് നമ്മൾ കണ്ടതാണ്. ഐ തിങ്ക് മോർ ഫ്രം ദ ബെഞ്ച് തന്നെ പുലിസിക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോ ഹീസ് എ ബിറ്റ് റസ്റ്റി, ഹീസ് നോട്ട് പ്ലേഡ് ലോട്ട് ഓഫ് മിനിറ്റ്സ്. Mount, Kai, Sterling is the best forward lineup we have, and I don't think Kai will be playing on the right or left. He will be playing through the center only. Sterling ആയിരിക്കും റൈറ്റിലും ലെഫ്റ്റിലും മൗണ്ടിന്റെ കൂടെ ഓൾട്ടർനേറ്റ് ചെയ്യാം. അതെ, ഒരുപാട് പേര് കൈ ഹാവേർട്സ് ഇസ് ഓൺ ദ ലെഫ്റ്റ് എന്നൊക്കെ പറയണ്ട. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അത് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, ഇവര്
ലൈനപ്പ് ഇടുന്ന സമയത്ത് ഇവർ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇടണ്ടേ. ആൻഡ് അഗൈൻ ഒരു രക്ഷയില്ല. താങ്ക് യു സോ മച്ച് ജിം നമ്മുടെ റെഗുലർ സപ്പോർട്ടർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാശ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഗിരീഷ്, ലൈനപ്പ് റിയാക്ഷൻ, എന്നിട്ട് ഞാൻ ടോട്ടനം ഹോട്ട്സ്പറിലെ ലൈനപ്പിലേക്ക് വരാം. ഞാനിപ്പോ ലൈനപ്പ് കണ്ടു നോക്കുമ്പോ ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് പോസിബിളി ഒരു 4-4-3-3 ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഐ ഡോണ്ട് തിങ്ക് സോ. എന്റെ ഒരു 4-3-3 അല്ല. സോ ബേസിക്കലി അതാവാൻ സാധ്യത, പക്ഷെ ദ മോസ്റ്റ് പ്രോബബിൾ ലൈനപ്പ് വിൽ ബി ദ സെയിം 3-5-2 വിത്ത് 3-4-3 rather, with Reece James as right center back and maybe RLC as the right wing back. അത് എന്തിനാ ചെയ്യാൻ പറഞ്ഞാൽ ബേസിക്കലി ഒരു കൗണ്ടർ ആണ്. So that looks like, and that's the usual ploy. നമുക്കൊരു പേസി വിംഗർ against കളിക്കുമ്പോൾ we always push back Reece James back to right center back. That's a very common thing that we have seen at least throughout last season. So ആ ഒരു ടാക്ടിക് നമ്മൾ ചെയ്യായിരിക്കും. Or alternatively going out of the box, 4 at the back ചെയ്യുകയാണെങ്കിൽ it'll be a Jorginho or Kante, one of them sitting back with 2 8s and then a Kai and a come out. പക്ഷെ അത് കുറവായതുകൊണ്ട്, because it's like too many 8s in the system, so that makes it very confusing. അങ്ങനെ that's also a possibility. കാരണം അതിന് പറ്റിയ ഒരു ലൈനപ്പും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-3-3 പറ്റിയ ലൈനപ്പാണ്, with Jorginho, Kante and Ruben Loftus-Cheek. Kante being the destroyer, Ruben Loftus-Cheek being the creator. പിന്നീടുള്ളൊരു ഫ്രണ്ട് ത്രീ. സോ ദാറ്റ് ഇസ് ഓൾസോ എ പോസിബിലിറ്റി. അതിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടോ ആസ് പെൻ 4-3-3 ഫോർമേഷൻ ഓർ 4-2-2-2? 4-2-2-2 See, 3 at the back formation എപ്പോഴും ഇഷ്യൂ ആയിട്ട് വരുന്ന ഒരു ഫോർമേഷൻ ആണ് 4-3-3. കാരണം ഒന്നല്ല, ഐ മീൻ ഔട്ട് നമ്പറിംഗ് ദ വിങ്സ്. സി 3 at the back ഫോർമേഷന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് യൂഷ്വലി ഈ വിങ്സിനെ അല്ലെങ്കിൽ വിത്തിനെ വളരെ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. ഏത് ഷേപ്പിൽ കളിച്ചു കഴിഞ്ഞാലും ഇഫ് യു ആർ പ്ലേയിങ് 3 or 5 at the back, there will always be one wide player to support you. അപ്പം ഈ 4-3-3 ഫോർമേഷനിൽ കളിക്കുകയാണെങ്കിൽ ഡ്യൂ ടു ദ ഇൻഹെറന്റ് എന്താ പറയുന്ന ആ ഒരു ഷേപ്പ് ഓഫ് ഫോർമേഷൻ, ഒരു 3 at the back ഫോർമേഷൻ ഇൻഹെറന്റ് ഷേപ്പ് പോലും യൂഷ്വലി മിഡ്ഫീൽഡ് വളരെ തിന്നാവാറുണ്ട്. അപ്പൊ 4-3-3 is already midfield packed. So if ഒരു വിങ്ങറും വിങ് ബാക്കും തമ്മിലുള്ള കോർഡിനേഷൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുവാണെങ്കിൽ ആ ലോൺ വൈഡ് പ്ലെയറിനെ ഒഴിവാക്കാനായിട്ട്, ഐ മീൻ അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് 4-3-3 കഴിയും. സോ ഇറ്റ് മേക്സ് സെൻസ് ഇഫ് ഹി കൺവേർട്സ് ടു 4-3-3. Ajit? Yeah, it makes sense. Or is it a back three? It makes sense, yes, but I don't think we will switch. Chalpo, we'll just play with our formation. Karanam, first of all, it's new players, and all players are very much integrated into the system. And just എനിക്ക് ഒരു worry ഉള്ളത് Ruben Loftus-Cheekil എനിക്ക് അത്ര, like I am not convinced that he is a person who can play that right wing back role that well, because Reece is that good at that position. പക്ഷെ എനിക്ക് തോന്നുന്നു we can manage, like what we are looking in this game is we are not to concede an early goal. കാരണം Conte, once his team scores one goal, they will hound us. And looking at the first game they played, like I'm not കളി ഞാൻ ഫുള്ള് കണ്ടില്ല, പക്ഷെ highlights കണ്ടപ്പോ what I could see is that they very much hungry. Their new players are like കുറച്ചുകൂടി, they look more integrated than Chelsea at the moment, probably because Cucurella has not had any minutes, or Koulibaly has just played a couple of pre-season games. പക്ഷെ they look more as a unit than Chelsea at the moment. So അതുകൊണ്ട് എനിക്ക് തോന്നുന്നു we will stick to what we are good at. And I'm very convinced that Cucurella will play a very important role in this game. The goal which we are going to score, he is going to contribute. That's a good observation. ഒരു പക്ഷേ Cucurella mount on the left hand side, Sterling on the right hand side, Cucurella cost to Sterling, അങ്ങനെ ഒരു ഗോൾ അടിക്കട്ടെ എന്നുള്ളത്. പക്ഷേ before coming to that, ഗിരീഷ്, ടോട്ടനം കഴിഞ്ഞ ഗെയിമിൽ ഇറക്കിയ അതേ ടീം തന്നെ ഇറക്കിയിരിക്കുന്ന, യാതൊരു ലൈനപ്പിൽ ഒരു മാറ്റവും ഇല്ല. ലുക്സ് പ്രെറ്റി സോങ്. പുതിയ പ്ലേയേഴ്സിനെ വെച്ചൊന്നും എക്സ്പെരിമെന്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് കുലുസ്കെവസ്കി, സോൺ ആൻഡ് കെയിൻ, പെന്റക്കോർ ആൻഡ് ഹോയ്ബർഗ്, സെസിനിയോൺ ആൻഡ് എമർസൺ റോയൽ ഇൻ ദ വിങ്സ്. This time probably the test for both Conte and Tuchel, കാരണം Conte is ready, Tuchel may be ready, but at least on paper this looks a pretty strong team. എങ്ങനെയാണ് ഇപ്പോഴത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടനമിന്റെ ഇതിനെ വിലയിരുത്തുന്നത്? ടോട്ടനം ഈ സീസൺ സമ്മർ സൈനിങ്സ് നടത്തിയെല്ലാം അടിപൊളി സൈനിങ്സ് ആണ്. ആൻഡ് വി നോ കോൺടെ ഈസ് വൺ പേഴ്സൺ ഹു നീഡ്സ് ഒരു കോർ 13 പ്ലെയർ മാക്സിമം. മേ ബി അറൌണ്ട് നൗ വിത്ത് 5 subs maybe he might require the additional 1 or 2 players. ആ ഒരു കോർ വെച്ച് കളിക്കുന്ന ഒരു മാനേജറാണ് കോൺടെ. ആൻഡ് once he finds that core, he will not change it. He will run them to the ground. And
ഇപ്പോൾ അവരുടെ ഫ്രണ്ട് ത്രീ നോക്കിയാൽ ഇറ്റ്സ് എ വെരി ഡിസ്ട്രക്റ്റീവ് ഫ്രണ്ട് ത്രീ. ഹാരി കെയ്ൻ, സോൺ ആൻഡ് കുലുസെവ്സ്കി, all three are like ഹാരി കെയ്ൻ ആൻഡ് സോൺ ഓൾറെഡി ഓൺ എ ഡിഫറെന്റ് ലെവൽ, ആൻഡ് കുലുസെവ്സ്കി ആ ഒരു ലെവൽ എത്തുന്നുണ്ട്. ലൈക്ക് കഴിഞ്ഞ സീസണിൽ മേടിച്ചാണെങ്കിലും ഹീസ് കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടിംഗ്. എങ്ങനെ നോക്കിയാലും ലൂക്കസ് മോറേനേക്കാളും വലിയൊരു അപ്ഗ്രേഡ് തന്നെയാണ്. ഡെഫിനറ്റ്ലി. ആൻഡ് ദാറ്റ്സ് എ വെരി സ്കാരി പ്രോസ്പെക്ട്. നമ്മുടെ ഒരു മിഡ്ഫീൽഡ് വെച്ച് നോക്കിയാൽ ഒരു ഹോയ്ബർഗ്, ബെന്റൻകൂർ, ഒരു like it is a very sort of that a balance കിട്ടുന്നുണ്ട്, something that we had under Conte when we played. ഒരു Nemanja Matic Kante ആ ഒരു ബാലൻസ് കിട്ടുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. സോ it's a very good line, and I feel it's Tottenham's best chance to beat us in a long time. ഹിസ്റ്ററി വെച്ച് നോക്കിയാൽ we are still on the winning side. So ആ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. പക്ഷേ if there's a team that could beat us, it's probably this in this particular fixture. അതിൽ ഇതിന്റെ ഒരു അഭിപ്രായം വരാം, പക്ഷേ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സഞ്ജീവ് ഈ ഒരു പോയിന്റ് പറഞ്ഞു, കുക്രയ വിൽ ഫീഡ് ബോൾസ് ടു ദി അറ്റാക്കിംഗ് തേർഡ് ഫ്രം ദ ലെഫ്റ്റ് വിങ്. അപ്പൊ അതിലേക്ക് പോയിന്റ് വെച്ചിട്ട് ഞാൻ ആസ്പിനോട് പറയാം, ടൂക്കൽ ഇസ് റിയലി ഡെസ്പറേറ്റ്. അതുകൊണ്ടാണ് കുക്രയെ കളിപ്പിക്കുന്നത്. ഒരു വിങ് ബാക്കിന്റെ ഒരു ഭയങ്കര ഡെസ്പറേഷൻ തോമസ് ടൂക്കലിന് കാണുന്നുണ്ട്. സോ അത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, അതിന്റെ അർത്ഥം ഒരു പക്ഷേ വി മൈറ്റ് സ്റ്റിൽ ഗോ ഫോർ ഡുംഫ്രീസ്, കാരണം or if Fofana കിട്ടില്ല എന്നുണ്ടെങ്കിൽ. So there are two questions there. Well, ഞാനിപ്പം I was thinking about it. കാരണം നമ്മുടെ ലാസ്റ്റ് ഗെയിമിൽ കണ്ടു, എവർട്ടൺ ആയിട്ടുള്ള ഗെയിമിൽ ഇറ്റ് വാസ് ഭയങ്കര ഓബ്വിയസ് ആയിരുന്നു. It was not really Everton's defense that was holding us. നമ്മുടെ ചാൻസ് ക്രിയേഷൻ ഇൻ ഫൈനൽ തേർഡ് വളരെ ലാക്കിംഗ് ആയിരുന്നു. So I was just thinking എന്തെങ്കിലും ചേഞ്ചസ് ആസ് എ മാനേജർ Tuchel must have done. So yes, introduction of Cucurella, എസ്കെബ്രോ പറഞ്ഞ പോലെ അതൊരു ചേഞ്ച് ആണ്, ഒരു പേഴ്സണൽ ചേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ പേഴ്സണൽ ചേഞ്ച്. അപ്പം അവർ അറ്റാക്കിംഗ് ഇന്റന്റ് ഉള്ള കുറച്ചും കൂടെ ഒരു ഫ്ലെയർ ഉള്ള ഒരു പ്ലെയർ കമ്പയർഡ് ടു വാട്ട് വി ഹാഡ്. സിൽവർ കുറച്ചും കൂടെ സോൾഡ് എന്ന് പറയാം, മേ ബി ആസ് എ ട്രഡീഷണൽ വിങ് ബാക്ക് ടൈപ്പ്. Cucurella adds a little more flair to the game. So that is one change. But then when you look at the overall setup, ഇപ്പറ കളിക്കുന്ന റൂബൻ ലോഫ്റ്റസ്-ചീക്ക് inherently പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, കുറച്ചും കൂടെ സെൻട്രൽ ആയിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ ആണ്. സോ വി മൈറ്റ് സീ ഈവൻ ഇഫ് ഹി ഈസ് ഡിപ്ലോയ്ഡ് അറ്റ് റൈറ്റ് വിങ് ബാക്ക്, ആ റൈറ്റ് വിങ് ബാക്കിൽ നിന്ന് കുറച്ച് ഉള്ളിലായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ തിയാഗോ സിൽവ ആൻഡ് കുലിബാലി വെനെവർ ദേ ആർ ഡിഫെൻഡിങ് ഒരു ബാക്ക് ടു പോലെയാണ് അവർ എപ്പോഴും ഡിഫെൻഡ് ചെയ്യാറ്. നമ്മൾ പ്രീ സീസണിലും കണ്ടു, ലാസ്റ്റ് ഗെയിമിലും കണ്ടു. അസ്പിലിക്കേറ്റർ വാസ് ഗിവൻ ദ ഫ്രീഡം ടു ഗോ ഫോർവേഡ് വെനെവർ ദോസ് ടു ആർ ദേർ. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ വി മൈറ്റ് സീ റീസ് ജെയിംസ് ഓവർലാപ്പിംഗ് ഓവർ റൂബൻ ലോഫ്റ്റസ്-ചീക്ക്. അപ്പം ഇപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബ്രോ പറഞ്ഞ പോലെ എന്താ പറയുക, വി വിൽ ബി എക്സ്പെക്ടിങ് ഗുഡ് ബോൾസ് ഫ്രം Cucurella. സോ ഐ തിങ്ക് ആ ഒരു പേഴ്സണൽ ചേഞ്ച് ചെയ്യുന്ന Tuchel റിസൾട്ട്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റൂബൻ ലോഫ്റ്റസ് ഈസ് ആക്ച്വലി ടേക്കിംഗ് ഓൺ പ്ലേയേഴ്സ്, അട്രാക്ടിങ് പ്ലേയേഴ്സ് ടു ഹിം ആൻഡ് റിലീസിംഗ് നമ്മുടെ റീസ് ജെയിംസ് ടു ദ ടച്ച് ലൈൻ. അല്ലെങ്കിൽ സ്റ്റെർലിംഗ്, ഹൂവർ ഈസ് മേക്കിംഗ് ദ റൺ, മൗണ്ടോ ആവാം, ബട്ട് he has to get to the touch line. ഈ ഒരു പർട്ടിക്കുലർ ആസ്പെക്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർലി ക്രോസേഴ്സ് അല്ലെങ്കിൽ വൈഡിൽ നിന്ന് വരുന്ന ലോഫ്റ്റഡ് ക്രോസേഴ്സ് അറ്റാക്ക് ചെയ്യാൻ നമ്മുടെ ടീമിൽ ഇപ്പോൾ പ്രസന്റ് പ്ലേയേഴ്സ് ഇല്ല. കായ് ഹാവർട്സ് ഈസ് നോട്ട് എ ഹ്യൂജ് ഏരിയൽ ത്രെറ്റ്. സ്റ്റെർലിംഗ് മൗണ്ടിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ unless it's a huge pinpoint ball to a player who is in space, it's completely destructive. ഒരു യൂസും ഇല്ലാതെ ഒരു അറ്റാക്ക് അവിടെ കൊണ്ടേ കളഞ്ഞു, അത്രയാണ് പറ്റുള്ളൂ. ബട്ട് ഒരു ടച്ച് ലൈനിൽ നിന്നുള്ള കട്ട് ബാക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാവുന്ന പ്ലേയേഴ്സ് ആണ് സ്റ്റെർലിംഗും ഹാവർട്സും കുക്കുറെല്ലിനെ പോലുള്ള അറ്റാക്കിംഗ് വിങ് ബാക്സും. സോ അങ്ങനെ ഒരു അപ്രോച്ച് ഇന്ന് കാണാൻ എല്ലാ സാധ്യതയുണ്ട് റൈറ്റ് സൈഡിൽ നിന്ന്. ബട്ട് അഗൈൻ വിത്ത് ലെഫ്റ്റ് സൈഡ് ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് യു. അതായിരിക്കും ഇന്നത്തെ നമ്മുടെ ഒരു അപ്രോച്ച്, കുറച്ചും കൂടെ ഒരു പേഴ്സണൽ ബേസ്ഡ് അപ്രോച്ച്. അബ്സല്യൂട്ട്ലി. അതിനിടയ്ക്ക് വേറൊരു എനിക്ക് തോന്നുന്നു ചുക്വാമെക്കോ എന്തായാലും ലൈനപ്പിൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് വൺ സെക്കൻഡ്, ലെറ്റ് മീ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ലൈനപ്പ് വൺസ് അഗൈൻ. ഇല്ല, ചുക്വാമെക്കോ ലൈനപ്പിൽ ഇല്ല. അതെ, ഇൻഫാക്ട് ഐ വാണ്ടഡ് ഹിം ടു കം ഇൻ ടു ദ സെക്കൻഡ് ഹാഫ്, പക്ഷെ പുള്ളിക്കാരനല്ല. കോവിച്ചിച്ചും എനിവേ ഈസ് ആബ്സെന്റ്. സോ മിഡ്ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഗാലഹർ, ദെൻ വി ഹാവ് ചാലബ. ഐ തിങ്ക് ഒരു ഫൈനലി നമ്മൾ ബെഞ്ചിൽ നോക്കുമ്പോൾ ഒരു വെൽ ബാലൻസ്ഡ് ബെഞ്ച് ഇൻക്ലൂഡിംഗ് ഹഡ്സൺ ഓഡോയ്. പ്രോബബ്ലി ഇൻ എ ലോങ് ടൈം അജിത്തിനോട് ഉള്ളൊരു ചോദ്യമാണ്, കഴിഞ്ഞ ഒരു 1.5-2 കൊല്ലത്തിന് ശേഷം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രോപ്പർ സ്റ്റാർട്ടിംഗ് 11 പോരാത്തതിന് ഒരു പ്രോപ്പർ ബെഞ്ച് സ്ട്രെങ്ത്തും ഉണ്ട്. യെസ്, അതിനകത്ത് നിന്ന് പുളിസിക്കം CHM ആണെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാം. ഇറ്റ് ലുക്സ് ലൈക്ക് ദേ ആർ ഓൺ ദെയർ വേ ഔട്ട്. സോ ഒരു ടൂക്കലിന് ക്ലാരിറ്റി ഉണ്ട് ദാറ്റ് ദീസ് ആർ ദ പ്ലേയേഴ്സ് ഐ ആം ഗോണ പ്ലേ വിത്ത്. അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ട് അജിത്തിന്. Whether right or wrong, I mean, whether he's proper in the position, അത് വേറെ, പക്ഷെ at least he's got a team to work with now. Definitely, now we have that team for that. But only thing is that ഈ പ്ലേയേഴ്സിന് കുറെ പ്ലേയേഴ്സിനൊന്നും ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. Even if you look at Callum Hudson-Odoi, what chances he's got in the right wing back and left wing the odd chances.
that's another thing that he has not made his chances count, but he's also not got many of them. And bench നോക്കുകയാണെങ്കിൽ somehow I feel our bench is not like, as a Chelsea fan at the moment, if you're saying the game is not going well, bring someone from the bench. I'm not confident to bring anyone. Maybe Gallagher, again he's not got much minutes in the Premier League for Chelsea, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വിശ്വാസക്കുറവ് അവിടെയുണ്ട്. But if you look at our bench, even if you say Pulisic is an impact player, I feel that he's been far too inconsistent to even bring him for a game like this. But that's the options we have. അപ്പൊ അതുകൊണ്ട് ബെഞ്ചിന്റെ കാര്യത്തിൽ I'm not convinced. ഇൻട്രസ്റ്റിംഗ്. ഗിരീഷ്, ബെഞ്ചിന്റെ കാര്യത്തിൽ അജിത്ത് കൺവിൻസ്ഡ് അല്ല. പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്, പക്ഷെ one person I'm excited to see is definitely Armando Broja. കഴിഞ്ഞ കളിയിലും on the bench he made that impact. So അത് നല്ലൊരു പോസിബിലിറ്റി. ആൻഡ് ഇറ്റ്സ് എ സ്മാർട്ട് തിങ്, ബിക്കോസ് നമ്മുടെ കഴിഞ്ഞ സീസൺ നോക്കിയാൽ ഈവൻ ഫോർ സൗത്ത് he started, I think if I'm not wrong, ലോണ് പോയപ്പോൾ he started off the bench and he gave his good performances off the bench. അപ്പോ ഐ തിങ്ക് എനിക്കൊരു ഉറപ്പില്ല, ഐ മൈറ്റ് ബി റോങ്, പക്ഷെ എന്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ നിൽക്കുന്നത്. ആൻഡ് ഇഫ് ദാറ്റ്സ് എ കേസ്, ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ ടു ഹാവ് ഇൻ യുവർ ബെഞ്ച്. അങ്ങനെ ഒരു ഡിഫറെന്റ് ഓപ്ഷൻ ആയിട്ട് തരാം പ്ലേയിങ് എ സ്ട്രൈക്കർ. പിന്നെ അതല്ലാണ്ട് നോക്കുമ്പോൾ അജിത് പറയുന്ന കാര്യമുണ്ട്, there is no like, would I trust Christian Pulisic to come at 88 minutes and score a goal when we need it? Probably not. Hakim Ziyech, probably not. പിന്നെ Hudson Odoi, probably not. Chilwell, I don't know, like he's recovering from an injury, I don't know. പിന്നെ Gallagher, maybe Gallagher, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല ശരിക്കും. പിന്നെ and then you have Aspilicueta and Chalobah and Kepa. So ആ ഒരു വറി ഉണ്ട്, അതിൽ തന്നെ കാര്യമുണ്ട്. പക്ഷെ നമുക്കൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആസ്പെൻ ഇറ്റ്സ് എ ഡബിൾ പിവറ്റ് റോൾ. ഇപ്പൊ ജോർഗിനിയോ ആൻഡ് കാണ്ടെയാണ് അവിടെ കളിക്കുന്നത്. റൂബൻ ലോഫ്റ്റസ്-ചീക്കിന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ മേ ബി മേക്ക് ഷിഫ്റ്റ് ആയിട്ട് വന്നിട്ട് ചാലബയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന് റീസ് ജെയിംസിന് വിങ് ബാക്ക് ആയിട്ട് കളിക്കാം. കാലഹറിന് അല്ലെങ്കിൽ അവിടെ കളിക്കുകയും ചെയ്യാം. ഒരു ചെറിയൊരു ഏരിയ ഓഫ് വീക്ക്നെസ് നമ്മുടെ ഡബിൾ പിവറ്റിൽ കാണുന്നുണ്ട്. കാരണം നമ്മുടെ എവർലാസ്റ്റിംഗ് ഇഞ്ചുറി ഫോർ കോവച്ചിച്ച് ഒരു വേറൊരു കൺസേൺ കൂടെയാണ്. ഡബിൾ പിവറ്റ് ഒരു വീക്ക്നെസ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് അഗൈൻ ഒരു കൺസേൺ ദാറ്റ് അതർ ടീം ക്യാൻ, എന്താ പറയുക, അക്കിലീസ് ഹീൽ എന്ന് പറയാൻ വേണമെങ്കിൽ നമ്മുടെ അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പ്ലേ ടു ഗോ ആൻഡ് എക്സ്പ്ലോയിറ്റ്. ബട്ട് ദാറ്റ് ക്യാൻ സംടൈംസ് കം ടു അവർ അഡ്വാൻറ്റേജ് ഓൾസോ. സി ഒരു എന്താ പറയുന്നത്, നല്ലൊരു പ്രസിംഗ് ടീം, സേ വി ഹാഡ് കോവസിച്ച് ഓൺ ദ ഫീൽഡ്, എത്ര വേണേലും പ്രസ് ചെയ്തോ, ഹി ഈസ് ദാറ്റ് മച്ച് പ്രസ് റെസിലിയന്റ്. സോ ഇറ്റ് ജസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ആൻഡ് സ്പേസ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ കോവസിച്ച് ഇല്ല, വി ഹാവ് കാണ്ടെ ആൻഡ് ജോർജിനോ, സോ വി ഹാവ് ടു അഡാപ്റ്റ് അക്കോർഡിംഗ്ലി. അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മോർ ദാൻ ഇനഫ്. We already know both of them are world class players. Jorginho is good at what he does, Kante is good at what he does. What he does അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ എന്താ പറയുന്ന വീക്ക്നെസ്. പക്ഷെ അത് ചെയ്യാൻ ഒപ്പോസിഷൻ സമ്മതിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ദ ഹോൾ ടീം വിൽ സഫർ. അത് ഒരു ഡൗട്ടും ഇല്ല. ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദി ടീം മിഡ്ഫീൽഡ് എന്ന് പറയുന്നത്. റൈറ്റ്, അജിത്തിലേക്ക് വരാം. കാണ്ടെ ഇന്നൊരു ബിഗ് ഗെയിം, ബിഗ് പെർഫോമൻസ്. നമ്മൾ ആ എന്താ പറയുക, കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് മാൻ ഓഫ് ദ മാച്ച് അടിച്ച ഒരു കാണ്ടേനെ ശരിക്കും പറഞ്ഞാൽ പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ സീസണിൽ ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു. ഇന്ന് അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ കളിയിൽ പോലും കാണ്ടെ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഷാർപ്പ് ആയിരുന്നില്ല. ഇന്ന് അറ്റ്ലീസ്റ്റ് ആ ഒരു എവ്രിവെയർ കാണ്ടെ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? Kante is a very important player. ഒന്നും പറയാൻ, like the way we play, Kante is very important to us, and if we are to win also, Kante, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടോട്ടനത്തോടുള്ള കളിയിൽ 3-0 Kante scored a goal, right? So Kante is someone who I feel he will control the game today. He will, one of the games we were Kante was brought in as a sub and we changed the game. 3-5-2 ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തപ്പോ എനിക്ക് ഓർമ്മയുണ്ട്. And I feel that with Jorginho, the partnership with Kante, I mean, I feel Kovacic Kante is a better partnership. പക്ഷേ Kovacic injured ആയതുകൊണ്ട് I feel Jorginhoയുടെ റോൾ ചെയ്താൽ മതി. Jorginho and Kante, what I feel missing is they don't give that forward passes as much. പക്ഷെ I feel ഈ കളിയിൽ they need to just do their normal game, and we will just have to get through the first half, to get something out of the game. കാരണം I feel Tottenham will come all calls blazing the first half itself. എനിക്ക് ടോട്ടൻഹാം ഓൾ ഹാൻഡ്സ് ബ്ലേസിംഗ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ പെട്ടെന്നുള്ള പോയിന്റ്, കഴിഞ്ഞ സീസണിൽ നമ്മുടെ നമ്മുടെ പഴയ കോച്ചിന്റെ പേരെന്താ, വുൾഫിന്റെ കോച്ചിന്റെ പേരെന്തായിരുന്നു?
താടിക്കാരൻ Nuno Espirito. നൂനോ എസ്പിരിറ്റോ സാഞ്ചസിന്റെ ആ ടോട്ടനം വേഴ്സസ് ചെൽസിയിൽ ആ ടോട്ടനം പിടുത്ത് തന്ന പ്രഷർ സത്യം പറഞ്ഞാൽ ഒന്ന് അവർ കുറച്ച് സെയിനും കോണും ആ ഫോമിലായിരുന്നില്ല. സെയിനും കോണെന്ന് കെയ്നും സോണും ആ ഫോമിലായിരുന്നില്ല. പിന്നെ ചെൽസിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന സിൽവ, റൂഡിഗർ ആൻഡ് ക്രിസ്ത്യൻസൺ കിഡു ഡിഫൻസ് ആയിരുന്നു. അപ്പൊ ആ ഒരു ഹൈ പ്രസ് ചെയ്ത് തന്നെയാണ് കളിച്ചത്. അപ്പൊ അതുകൊണ്ട് ഉള്ള ഒരു എന്താ പറയണേ, ആ ഒരു പ്രോബബിലിറ്റി ഞാൻ കാണുന്നുണ്ട് അജിത്ത് പറഞ്ഞ പോലെ ഒരു പക്ഷെ ദിസ് ഇസ് ആന്റോണിയോ കോണ്ടെ സിസ്റ്റം. അങ്ങനെ അവന്മാർ അടിച്ച് തകർത്ത് കയറി കളിക്കാനായിട്ടുള്ള വരവുള്ള ചാൻസ് കുറവാണ്. എന്നാൽ തന്നെയും ഈ പറയുന്ന പോലെ നമുക്ക് ടോട്ടനമിന്റെ കയ്യിൽ നിന്ന് ഒരു അറ്റാക്കിംഗ് ഗെയിം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഗിരീഷ്? മ്യൂട്ടാണ് ഗിരീഷ്. ആ ഒരു അറ്റാക്കിംഗ് ഗെയിം എന്ന് പറയുമ്പോൾ ലൈക്ക് കോണ്ടെ ഹാസ് ദോസ് ഡെഡ്ലി കൗണ്ടർ അറ്റാക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈക്ക് if Conte has his players, has his team set, he will deliver and he will അതൊരു ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാം. ആ ഒരു സിറ്റിന്റെ അഗൻസ്റ്റ് ഒരു ഗെയിം ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. So City was continuously piling on pressure on us and all we did was just hit on the counter and we won 3-0, I think so അങ്ങനെ പോലത്തെ ഒരു ഗെയിം, like that's how Conte likes to play. ഒരു sit back and so not always sit back and defend, but whenever there is a tight match on a big game, he always tries to absorb that pressure and then hit on a crucial counter attack. And പറഞ്ഞ പോലെ Kane and Son and Kulusevski for that matter, അവർ മൂന്നുപേരും they can be lethal on a counter attack. So അതാണ് ശരിക്കും നമ്മൾ പേടിക്കുന്നത്, എസ്പെഷ്യലി ഇൻ എ കേസ് വേർ നമ്മളൊരു ഹൈലൈൻ, ഒരു ഓൾമോസ്റ്റ് ഐ വുഡ് സേ ഹൈലൈൻ കളിക്കുന്നുണ്ട്, ആൻഡ് വി ഹാവ് സിൽവ ആൻഡ് കുലിബാലി who are not the fastest people right now in the Premier League. So that is definitely a threat for us. ആസ്പിൻ എവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടനമിന്റെ ത്രെറ്റ് നമ്മൾ എവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് എസ്പെഷ്യലി ടേൺഓവേഴ്സിൽ എവിടെ സ്പേസ് ഉണ്ടോ അവിടെ ടോട്ടനം ഒരു ത്രെറ്റ് ആണ്, അതിലൊരു ഡൗട്ടും ഇല്ല. എവിടെ നമ്മൾ പൊസിഷൻ ലൂസ് ചെയ്യുന്നോ, എവിടെ നമ്മുടെ സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് പ്ലെയർ എവിടെ നിന്ന് വരാം, ആൻഡ് ഐ എം ടോക്കിംഗ് ഈവൻ ദെയർ സെന്റർ ബാക്സ്. കാരണം ഈ പറഞ്ഞ പോലെ വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള റൊട്ടേഷൻ അവിടെയും ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. ഐ എം നോട്ട് സെയിങ് സെന്റർ ബാക്ക് ഒന്ന് സ്കോർ ചെയ്യും, പക്ഷെ ഒരു സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഏത് പ്ലെയറിന് പൊസിഷൻ സ്വിച്ച് ചെയ്ത് കളിക്കാൻ പറ്റും, അതിലോ ഡൗട്ടും ഇല്ല. ദാറ്റ് വിൽ ബി ദെയർ മെയിൻ എന്താ പറയുന്ന ഒരു കോണ്ടയുടെ ഒരു ഫിലോസഫി വെച്ചും പിന്നെ നമ്മുടെ ഒരു ടീമിന്റെ ഒരു ഓവറോൾ സ്റ്റാച്ചർ വെച്ചും വി വിൽ ബി ഗോയിങ് ഫോർ എ സ്ലോവർ ബിൽഡപ്പ്, ബാലൻസ്ഡ് ബിൽഡപ്പ്. ബോൾ എവിടെ ടേൺ ഓവർ ചെയ്യുന്നു, വി ക്യാൻ സി ലോങ് ബോൾസ് ഗോയിങ് ടു ദ ഫ്രണ്ട് ത്രീ. എവിടെ സ്പേസ് ഉണ്ടോ ഫുൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കും. സോ നമ്മുടെ വൈഡ് ഏരിയാസിലാണ് മെയിൻ ആയിട്ട് ഇത് വരാൻ പോകുന്നത്. സോ റിക്കവറി സ്പേസ് ഓഫ് കുക്കുറല്ല ആൻഡ് റീസ് ജെയിംസ് ഇൻക്രെഡിബിളി ഇമ്പോർട്ടന്റ് ടുഡേ. പിന്നെ കാണ്ടെ ലൈനപ്പ് പറയുന്നുണ്ടായിരുന്നു ഡിസ്ട്രോയർ റോളിൽ കാണ്ടെ ആണെന്ന്. ഹി ഹാസ് ടു ബി ദ ഡിസ്ട്രോയർ ടുഡേ. ബോൾ അവർക്ക് കിട്ടിയിട്ട് അവരുടെ അറ്റാക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഹി ഹാസ് ടു ഗെറ്റ് ദ ബോൾ ബാക്ക് ആൻഡ് ദാറ്റ് വിൽ ബി വെരി വൈറ്റൽ ടു us ടുഡേ. സോ ടേൺ ഓവേഴ്സ് അത് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മേ ബി ദേ ക്യാൻ യൂസ് കെയ്ൻ as a target man, but since we have Koulibaly and Thiago Silva ever reliable, I don't think that will be a huge issue as long as we can get the second ball. റൈറ്റ്. ഒരു ചെറിയൊരു റൗണ്ട് അപ്പിലേക്ക് വരാം. ഗിരീഷിലേക്ക് വരുന്നതിന് മുമ്പ് ആരൊക്കെയോ മറ്റേ ഇംഗ്ലീഷ് മലയാളം എന്നൊക്കെ പറഞ്ഞു. മക്കളെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങളും ഇംഗ്ലീഷ് വെച്ച് കത്താൻ തുടങ്ങിയത്. കാരണം നിങ്ങൾക്ക് ഒരു അവസരമാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് കാനഡ പോവുക അല്ലെങ്കിൽ യൂറോപ്പിൽ പോവുക എന്നൊക്കെ ഉള്ളതാണ് ചെറിയ പിള്ളേരുടെ ആഗ്രഹം. പിന്നെ അവിടെ ചെന്നിട്ട് IELTS വേണ്ടിയിട്ട് ബപ്പ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതുപോലെയൊക്കെ ഇരുന്ന് പഠിക്കുക. ഞങ്ങൾ ഇതുപോലെയൊക്കെ തന്നെയാണ് ഇരുന്ന് പഠിച്ചത്, ഇവിടെ എത്തിയത്. തനി മലയാളികൾ തന്നെയാണെങ്കിൽ തന്നെ. കാരണം നമ്മുടെ വീക്ക്നെസ് ഇംഗ്ലീഷ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. മറ്റേ ഹൃദയം എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞതുപോലെ സീനിയേഴ്സ് റാഗ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ സീനിയേഴ്സിനെ പേടിച്ചിട്ടല്ല, അവന്റെ ഒടുക്കത്തെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞോ ഇതൊക്കെ പഠിക്കാനുള്ള ഒരു അവസരമല്ലേ. ഗിരീഷിലേക്ക് വരാം. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു കാര്യമായിരുന്നു. കഴിഞ്ഞ കളി കണ്ടിട്ട് സിൽവ, എനിക്ക് തോന്നുന്നു ഒരു കൗണ്ടർ അറ്റാക്ക് വന്നപ്പോൾ സിൽവ പതുക്കെ ഇങ്ങനെ ഓടുകയാണ്. സിൽവന്റെ പത ഇളകുമെന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് എഗൈൻ നമ്മുടെ കഴിഞ്ഞ കളിയിൽ ഏറ്റവും എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാല് ഫിറ്റ്നസ് വാസ് എൻ ഇഷ്യൂ. നമ്മളെ സെറ്റ് ആകുമ്പോൾ കുളിപ്പാളി ക്രാംസ് ആയി, സിൽവ ക്രാംസ് ആയി അറൌണ്ട് 90 minutes, ആൻഡ് ഇറ്റ് മൈറ്റ് ബി ദ കേസ് ദാറ്റ് ഓവറോൾ സ്ക്വാഡ് ഇസ് ലാക്കിംഗ് ഫിറ്റ്നസ്. ആ ഒരു ഇൻസൈസസ് കാണുന്നുണ്ടായിരുന്നില്ല. So I hope this 1 week they have worked on that seriously, because നമുക്ക് എല്ലാവർക്കും അറിയാം കോണ്ടെ എന്താണ് they made the players vomit, like അത്രയും ഫിറ്റ്നസ് എന്താണ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. So that is one concern thing. Second ഒരു കൺസേൺ ഓവറോൾ പറഞ്ഞാല് the referee and the war. Anthony Taylor and Mike Dean. So Taylor and Mike Dean in war. So all out. So that is
that is going to be like we have to play twice as much as Tottenham to win the game. So that's my personal feeling. അത് പറഞ്ഞപ്പോഴാണ് ഒരു കമന്റ് വന്നത്. ജോമാൻ പറഞ്ഞതുപോലെ കൂലബാലി ആൻഡ് സിൽവ ഷുഡ് ബി ടെസ്റ്റഡ് എന്നുള്ളത്. പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് സിൽവേനെ ശരിക്കും പറഞ്ഞ അവർ ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് സിൽവ കഴിഞ്ഞ കളി കഴിഞ്ഞിട്ട് പോയത്. കാരണം പുള്ളിക്കാരനെ ടെസ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം ഇങ്ങനെ കിടന്ന് 38 വയസ്സിൽ കളിച്ചു കഴിഞ്ഞാൽ ആരായാലും ടെസ്റ്റ് ആയി പോകും. പക്ഷെ ഇന്നൊരു മിനി അഗ്നി പരീക്ഷ പോലെ തോന്നുന്നുണ്ട് അജിത് ഫോർ സിൽവ ആൻഡ് കൂലിബാലി. കാരണം ബിഗ് ഗെയിം, ബിഗ് ടീം. Definitely, I think both will be tested very well, especially Koulibaly. ഇപ്പൊ പ്രീമിയർ ലീഗ് വന്നിട്ട് ഒരു കളി കളിച്ചിട്ടുള്ളൂ. He played really well last game, but it was against a weaker opposition in terms of front line. So now they have like Son and Kane and even Kulusevski. He's brilliant. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ I think Koulibaly will have a very good test, but I think he'll come out very good. കാരണം he's having a very good partner in Silva, and Silva is just brilliant there. And Reece RCB കളിക്കുന്ന I feel that's a very good decision in my opinion. കാരണം to contain that front three, the counter attacks, the pace of Reece will definitely help there. കാരണം if you look at both Son and Kulusevski, both are very fast. So I think Reece playing there is a very good thing, and definitely Silva and Koulibaly will have a good partnership in this game, and they will be tested for sure. പിന്നെ നമ്മൾ ആസ്പിനെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെയ്ൻ സോൺ കുലസെവസ്കി എന്നാണ്. അപ്പുറത്ത് വേറെ സാധനമുണ്ട്, സെസിനിയോണും ഉണ്ട്, എമർസൺ റോയലും ഉണ്ട്. ആൻഡ് സെസിനിയോണ് നല്ല പേസ് ഉള്ള ഒരു ചെക്കനാണ്. അവൻ കളിക്കുന്നത് നമ്മുടെ റൈറ്റ് വിങ് ബാക്ക് റീസ് ജെയിംസ് കളിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. ആ രണ്ട് വിങ് ബാക്സ്, ഐ മീൻ കോൺട്രയുടെ സിസ്റ്റം ഇത് തന്നെയാണ്, വിങ് ബാക്സ് വെച്ചിട്ടുള്ള അറ്റാക്ക് തന്നെയാണ്. See, if you break it down player to player, Kane obviously an extremely good finisher. ഒരു ചാൻസ് കിട്ടിയാൽ ഹാഫ് ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യും. സൺ another extremely good finisher, very talented explosive player. ഇതുപോലുള്ള പ്ലേയേഴ്സിനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ജസ്റ്റ് കം ഡൗൺ ടു ദ മൊമെന്റ്. ആ പ്ലെയർ എന്ത് ഡിസിഷൻ എടുക്കുന്നു, നമ്മുടെ പ്ലെയർ എന്ത് ഡിസിഷൻ എടുക്കുന്നു. ബട്ട് Kulusevski on the other hand is not as talented as എന്താ പറയുന്ന സൺ ഓർ കെയ്ൻ. കാരണം when it comes to Kulusevski, Kulu is more of a he is not an inside box player. Kuluടെ majority of goals, assists, everything comes from the midfieldന്റെ ഡിഫൻസിന്റെ ഇടയിലുള്ള ഹോളിൽ കൂടിയാണ്. സോ ചെൽസി ഇൻഹറന്റ്ലി when we are in shape, ആ ഒരു ഹോൾ വളരെ നന്നായിട്ട് കവർ ചെയ്യാറുണ്ട്. ഈവൻ ജോർജിനോ പ്ലേസ് എ ഹ്യൂജ് പാർട്ട് ദെയർ. സോ അത് ഒരു ഇഷ്യൂ ആവും തോന്നുന്നില്ല അൺലെസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേൺ ഓവറിൽ ഹി ഗെറ്റ്സ് ടു ദാറ്റ് സ്പേസ് ആൻഡ് എക്സ്പ്ലോയിറ്റ്സ് ഇറ്റ്. ബട്ട് നമ്മുടെ ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പറ്റി കഴിഞ്ഞാൽ കുലുഷോസ്കിയുടെ ത്രെറ്റ് വളരെ നന്നായിട്ട് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഈ പറഞ്ഞ പോലെ വൈറ്റ് പ്ലേയേഴ്സ് ആണ്, അവിടെയാണ് നമ്മുടെ ഷേപ്പ് ചേഞ്ചിങ്ങിന്റെ ആ ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് ഇരിക്കുന്നത്. ഇഫ് ദേ ആർ പ്ലേയിങ് എ ബാക്ക് ത്രീ, അറ്റാക്കിംഗിൽ 3-on-3 3-4-3 വർക്ക്സ് വെൽ, അല്ലെങ്കിൽ 4-3-3 വർക്ക്സ് വെൽ, വി ക്യാൻ ഓവർലോഡ് ദം. പക്ഷേ ഡിഫൻസിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ 4-4-2 വെച്ചാണ് ഇന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ us. കാരണം നമുക്ക് അവരുടെ വിംഗേഴ്സിനെ ഔട്ട് നമ്പർ ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു 3 at the back സിസ്റ്റത്തിൽ ഒരു വിംഗേഴ്സിനെ വിംഗ് ബാക്സിനെ ഔട്ട് നമ്പർ ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഐസൊലേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബിൽഡപ്പിനെ അത് വല്ലാണ്ട് ബാധിക്കും. കാരണം സെന്ററിൽ കൂടെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ടീം അല്ല ടോട്ടനം. ദേ ക്യാൻ ഐദർ ഗോ ഫോർ ലോങ് ബോൾസ് ഓർ വൈഡ് ആയിട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ദീസ് ഫാക്ടേഴ്സ് ആർ ആക്ച്വലി വർക്കിംഗ് ഇൻ അവർ ഫേവർ. കാരണം നമ്മുടെ ടീം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഡിഫൻസിലും ഷേപ്പ് ഓഫ് ടീമിലും കുറച്ചും കൂടെ വെൽ ഡ്രിൽഡ് ആണ്. ബട്ട് ദെൻ that's where Conte's philosophy comes in. Conte's philosophy is always about balanced football. ഒരുപാട് പേര് അതിനെ ഡിഫൻസീവ് ഫുട്ബോൾ എന്ന് വിളിക്കുകയും I like to call it balanced football. So Conte, if he does not allow his players to be fluid, we have an advantage. അതാണ് എൻ്റെ ഒരു ടാക്ടിക്കൽ ടേക്ക് അവേ. ഫ്ലൂയിഡിറ്റിനെ കുറിച്ചിട്ടുള്ളതാണ് ആസ്പിന്റെ ഉള്ളൊരു അഭിപ്രായം വന്നിരിക്കുന്നത്. വൈ കാൺ വി പ്ലേ എ 4-3-3 ലൈക്ക് ലിവർപൂൾ? ചോദ്യം അങ്ങനെയല്ല, വൈ കാൺ ലിവർപൂൾ പ്ലേ എ 3-4-3 ലൈക്ക് us? No, very easy question. ഈ 4-3-3 പോലുള്ള സിസ്റ്റത്തിന് there should always be a lone DM, അല്ലെങ്കിൽ എന്താ പറയുന്നത് നന്നായിട്ട് സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റിയ ഒരാള്. ഡബിൾ പിവറ്റ് അല്ല. എക്സാമ്പിൾസ് ആർ ഒബിയസ്ലി ലിവർപൂളിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ഫബീനിയോ അല്ലെങ്കിൽ റോഡ്രി, നേരത്തെ ഉണ്ടായ ഫെർണാൻഡിനോ. ഇതുപോലെയുള്ള പ്ലേയേഴ്സ് തന്നെ ഈ കാലത്ത് കുറവാണ്. അപ്പം ഇങ്ങനെ പ്ലേയേഴ്സിനെ വാങ്ങി പിന്നെ നമ്മുടെ സിസ്റ്റത്തിലായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ തന്നെ പാടായിരിക്കും ഒന്നാമത്തെ കാര്യം. പ്രസന്റ്ലി നമ്മുടെ സ്ക്വാഡ് ഇല്ല. സോ ദീസ് 2 factors are why we cannot directly go for a 4-3-3. Also, we tried playing 4-3-3 under Lampard, and we saw the results without lone DM. Kante was playing lone DM. Kante was a CDM. Kante is not a CDM. Simple as not a CDM. As simple as that. നമ്മുടെ സാറിനോട് 4-3-3 കളിച്ച് with Jorginho as the regista, but again it is not
working. At least it was not working to a level where we can get the Premier League. See, whenever you say registered code already or a defensive backup ഉണ്ടായിരിക്കണം. ആ ബാക്കപ്പ് തന്നെയാണ് ഈ പറയുന്ന സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. സോ അഗൈൻ അതൊരു 4-3-3 ആയിട്ട് കൂട്ടാൻ പറ്റില്ല, അത് 4-2-3-1 ഒക്കെ ആയിട്ടാണ് കൂട്ടാൻ പറ്റുള്ളൂ. സോ അഗൈൻ 4-3-3 is ruled out. കോണർ ഗാലഹറിനെ കുറിച്ച് പറയാം. അജിത്, ഇന്ന് കോണർ ഗാലഹറിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയാണ്? ബ്രോഷ നമുക്കറിയാം, ഹി കംസ് ആസ് എ സ്ട്രൈക്കർ. ടൂക്കൽ എവിടെ കളിപ്പിക്കുന്നുള്ളത് കണ്ടറിയാം. പക്ഷെ കോണർ ഗാലഹറിനെ എവിടെയാണ് കളിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നത്? എനിക്ക് തോന്നുന്നു ഫ്രണ്ട് പ്ലേയേഴ്സിനെ സബ് ചെയ്തിട്ടായിരിക്കും കോർണർ വരിക. ലൈക്ക് ഫോർ എക്സാമ്പിൾ മൗണ്ട് ഓർ കൈ സബ് ചെയ്തിട്ട്, ലൈക്ക് റീസ് ജെയിംസിനെ റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിലേക്ക് ഇറക്കി RLCയുടെ പകരം ചാലാബിന് ആരെങ്കിലും RCB കളിപ്പിച്ച് ഫ്രണ്ടില് ഒരു സബായിട്ട് ഇറക്കാൻ സാധ്യതയുണ്ട്. ഐ ഡോണ്ട് തിങ്ക് മിഡ്ഫീൽഡർ ആയിട്ട് ഇറക്കാൻ സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് പൊസിഷൻ ടു പ്ലേ പിവട്ടില്. ലൈക്ക് കാണ്ടെ ആൻഡ് ജോർജിന ആർ വെരി experienced players, they can do the job. If you bring a very inexperienced Gallagher, and that too on a big occasion like a London derby, it might be difficult for him to accept that. I mean, in that position. But as a forward, it comes naturally to him. Pullide strength idana, late arrivals to the box, being at the right place, like positioning, these are his strengths. So I think or attacker formula ആയിരിക്കും ഒരു sub ആയിട്ട് Gallagher-നെ യൂസ് ചെയ്യാം. ഗിരീഷ്, ശരിക്കും പറഞ്ഞാൽ ഗാലഹറിനെ മൗണ്ടിന്റെ സ്ഥലത്തൊന്ന് ഉപയോഗിച്ച് നോക്കിക്കൂടെ? ഉപയോഗിച്ച് നോക്കാം, പക്ഷെ അഗൈൻ ഒരു മൗണ്ടനെ ഒരു ഔട്ട് ഓഫ് പൊസിഷൻ ആയിട്ടാണ് കളിക്കുന്നത്. ലൈക്ക് ഹീസ് പ്ലേയിങ് ടെക്നിക്കലി മൗണ്ടൻ ഒരു വൈഡ് വിംഗർ ആയിട്ട് ഒരു വൈഡ് പ്ലെയർ ഓർ വൈഡ് അറ്റാക്കർ ഫോർ ദാറ്റ് മാറ്റർ ആയിട്ട് കളിക്കുന്നത്. സോ ഗാലഗറിനെ ഓൾറെഡി ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിച്ചിട്ട് അതിന്റെ മുകളിൽ ലൈക്ക് ഇറ്റ്സ് എ മെസ് ഇൻ ദാറ്റ് സെൻസ്. സോ വി ഓൾവേസ് വാണ്ട്, അറ്റ്ലീസ്റ്റ് ആസ് Tuchel, if I were Tuchel, I would want to give Gallagher the best chance in the current setup. And അങ്ങനെ നോക്കിയാൽ the best chance according to me comes in that pivot. അല്ലാണ്ട് I would say ആ ഒരു റോള് പെർഫെക്റ്റ് അല്ല, പക്ഷെ ഈ ഒരു സിസ്റ്റത്തിൽ ബെസ്റ്റ് ചാൻസ് is in the pivot, that's all. അല്ലാണ്ട് I don't like, that's why I go ahead and like put in there. I can rephrase that a bit. See, given we have a solid defensive midfielder, കോവാസിച്ചും ഒന്നും പോലെ അല്ല, ജോർജിനോ കാണ്ടെ ഒന്നും പോലെ അല്ല, ഒരു സോളിഡ് DM. ഫോർ എക്സാമ്പിൾ സൂച്ചക് ഈസ് എ ഗുഡ് എക്സാമ്പിൾ, ഡെക്ലൻ റൈസ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ. അതുപോലെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ കളിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലെയർ ആണ് നമ്മുടെ ഇപ്പോഴത്തെ സ്ക്വാഡിലെ കാണ്ടെ, ഗാലഗർ പോലുള്ള പ്ലേയേഴ്സ് ഹു ക്യാൻ ഗോ ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സ് ആൻഡ് എക്സ്ട്രീം വർക്ക് റേറ്റ്സ്. ഇതുപോലെ പ്ലെയറിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്ലെയർ. കാരണം ഒരു ഒരു ഡെഡിക്കേറ്റഡ് DM-നെ കളിക്കുമ്പോൾ വി ആർ കോംപ്രമൈസിങ് അവർ വർക്ക് റേറ്റ് ഫോർ ഡിഫൻസീവ് സ്റ്റെബിലിറ്റി. ഡിഫൻസ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തിന്റെ അറ്റാക്കിംഗ് ഡ്യൂട്ടീസ് കുറയ്ക്കും. അപ്പൊ ആ അറ്റാക്കിംഗ് ഡ്യൂട്ടീസിന്റെ കുറവ് നികത്താനായിട്ട് മറ്റേ മിഡ്ഫീൽഡറിന് കഴിയണം. അതിന് പറ്റിയ ഒരു പ്ലെയർ ആണ് ഈ പറഞ്ഞ പോലെ ഗാലഗർ. ഹി ഈസ് വെരി ഗുഡ് അറ്റ് ദാറ്റ്. ഗാലഗറിന്റെ പാസിംഗ് റേഞ്ച് മാത്രമാണ് എനിക്കിപ്പോൾ ഡൗട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഹി ഈസ് നോട്ട് എ വെരി ഗുഡ് ലോങ് പാസർ, ബട്ട് ഹി ഈസ് വെരി ഗുഡ് അറ്റ് ബിൽഡപ്പ്, ഹി ഈസ് വെരി ഗുഡ് അറ്റ് ലിങ്കപ്പ്. ബോക്സിനകത്ത് ഫിനിഷ് ചെയ്യാൻ എപ്പോൾ വരണം, എങ്ങനെ വരണം, എവിടെ നിൽക്കണം എന്ന് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന പ്ലെയർ ആണ്. ഐ ഹാവ് സെഡ് ദിസ് ബിഫോർ ഇൻ ദിസ് ചാനൽ ഓൾസോ. ഫ്രാങ്ക് ലംപാർഡിന്റെ ഒരു മൂവ്മെന്റിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പഠിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഗാലഗർ ഇൻ മെനി ആസ്പെക്ട്. സോ അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഐ സി ഗാലഗർ thriving. But we can ഗിരീഷ് പറഞ്ഞ പോലെ ഡബിൾ പേരിൽ കളിപ്പിക്കാം, ബട്ട് വിൽ നോട്ട് ബി 100% എഫക്റ്റീവ്. അതെ, നേരത്തെ പറഞ്ഞ പോലെ മൗണ്ടിനെ തന്നെ ഔട്ട് ഓഫ് പൊസിഷനിലാണ് കളിപ്പിക്കുന്നത്. ഗാലഗറിന്റെ പൊസിഷൻ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തോ എനിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. യെസ്, അജിത്, ബിഗ് ആസിഡ് ടെസ്റ്റ് ടുഡേ. ഒരു എന്താണെന്ന് ചെൽസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് 1990 മുമ്പ് 1990 ആയിരുന്നു ലാസ്റ്റ് ടൈം സ്പേഴ്സ് ഒരു ഗോൾ അടിച്ചത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ. ഇറ്റ്സ് എ ഫോർട്രസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടനം ഹേറ്റ്സ് കമ്മിങ് ടു സ്റ്റാംഫോർഡ് ബ്രിഡ്ജ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടി കോണ്ടെ നോക്കുന്നുണ്ടാവും, തിരിച്ചൊരു മറുപടിയായിട്ട് ടൂക്കൽ നോക്കുന്നുണ്ടാവും. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഹൗ വി വിൽ അപ്രോച്ച് ദിസ് ഗെയിം? Then, as I said, first half we'll be cautious, and this is a game which I think Tottenham slightly before the game I feel has an edge. Tottenham korchodum, like they look like a team that will be scoring first. നമുക്ക് പൊതുവെ ഒരു പ്രശ്നമുള്ളത്, we don't come back well. Once we concede, we don't score those 2-3 goals back. So that is something that we have to improve on. Karanam you can't keep always taking leads and winning games. So that is something that we need to learn and grow as a team. So I feel
it might be a draw. Probably it might be a draw or a comeback win by Chelsea. Hopefully not a win by Tottenham. Aspen? I'm 50-50 at the moment. കാരണം technically speaking, it's their attack versus our defense. പക്ഷേ ഗിവൺ ദ നേച്ചർ ഓഫ് ദ ഗെയിം നമ്മൾ തന്നെ പൊസിഷൻ ഡോമിനേറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ ആ പൊസിഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് അഗൈൻ ക്വസ്റ്റ്യൻ മാർക്ക്. ഫസ്റ്റ് മാച്ച് അത്ര കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതിലൊരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് ഇപ്പം നമ്മൾ ഇടയ്ക്കിടെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായി 4-5 തവണ ഇപ്പം വന്നൊരു കാര്യമാണ് മൗണ്ട് ഔട്ട് ഓഫ് പൊസിഷൻ, മൗണ്ട് ഔട്ട് ഓഫ് പൊസിഷൻ. സോ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ലൈക്ക് മൗണ്ടിന് ആ പൊസിഷൻ, ഐ മീൻ ആ റോള് കൊടുത്തു. And there is a system at place. But നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് Tuchel is not a dedicated attacking manager. അറ്റാക്കിംഗ് തേരിൽ എന്ത് ചെയ്യണം എന്ന് ഡ്രിൽസ് പോലും ഒത്തിരി ചെയ്യിപ്പിക്കാത്ത ഒരു മാനേജറാണ്. ഐ മീൻ ഐ എം ജസ്റ്റ് തിങ്കിങ് മൗണ്ടിന് ആ റോള് കൊടുത്തു. ഇനി മൗണ്ട് തന്നെ ഒരു വിങ്ങർ ആവാൻ ശ്രമിക്കുന്നതാണെന്നാണ് എന്റെ ഡൗട്ട്. കാരണം he always have the option to cut inside and take his decisions, make space for himself. അത് ചെയ്യുന്നതും കാണുന്നില്ല. ഇനി ഇതൊരു മാനേജറിയൽ ഡിസിഷൻ ആണോ ഇനി മൗണ്ടിന്റെ ഡിസിഷൻ ആണോ ദൈവത്തിന് അറിയാം. കാരണം മേ ബി ഇറ്റ്സ് ജസ്റ്റ് ഈസിയർ റൂട്ട്. കാരണം വൈഡ് ആയിട്ട് പോയിട്ട് ക്രോസ് ചെയ്യാതെ ബോൾ കട്ട് ബാക്ക് ചെയ്യുക, ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് തിങ് എ വിങ്ങർ ക്യാൻ ഡു. ആൻഡ് അകത്തേക്ക് കയറിപ്പോയി ഒരു ബോൾ ലൂസ് ചെയ്യുമെന്നുള്ള പേടിയാണോ മോണിനോട് പിടിച്ചെടുക്കുന്നത്. ഈസ് ഡിസ്ട്രസ്ഡ് ഓൺ ഹിസ് ലെഫ്റ്റ് ഫുട്ട്, ഇതൊക്കെയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഈസ് ഓൺലി ഷൂട്ടിംഗ് ടെക്നിക് ദാറ്റ് ഐ എവർ സീൻ. ആ റൈറ്റ് ഫുട്ട് വെച്ച് ഒരു സൈഡ് ഫുട്ട് കളർ അടിച്ച് കയറ്റുന്നതാണ്. വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. സോ ഒരു ഫാക്ടറി ശരിക്കും എന്നെ അഫക്ട് ചെയ്യുന്നുണ്ട്. മൗണ്ടിന്റെ ടെക്നിക്കൽ അബിലിറ്റി എത്രത്തോളം അദ്ദേഹത്തിന്റെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത്. അത് എപ്പത്തി നമുക്ക് മറിച്ച് കാണാൻ കഴിയും. അവിടെ വേറെ ഏതെങ്കിലും പ്ലെയർ കളിക്കുമ്പോൾ മേ ബി ഇൻ ദ സെയിം സിസ്റ്റം സം അതർ പ്ലെയർ പ്ലേസ് ആൻഡ് ഹി ഈസ് മേക്കിംഗ് ദ ഡിഫറെന്റ് ഡിസിഷൻ. നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും മൗണ്ടിന്റെ ഡിസിഷൻസ് ആണ് തെറ്റ് അല്ലെങ്കിൽ ശരി എന്നുള്ളത്. സോ ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. മേ ബി ഇന്ന് നമുക്കറിയാൻ വഴിയായിരിക്കാം, ആർക്കറിയാം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ആംപഡും എന്തായാലും ടീമിലില്ല അൺഫോർച്ചുനേറ്റ്ലി ഫോർ അസ്. അത് നമുക്ക് എന്താവുന്നുള്ളത് അറിയാം. പക്ഷേ ഫൈനൽ തോട്ട്സ് ഗിരീഷ് ബിഫോർ വി വൈൻഡ് അപ്പ്. ഫൈനൽ തോട്ട്സ് പറഞ്ഞാൽ ഓൺ പേപ്പർ, based on game week 1, Tottenham are എല്ലാവരും അറിയുന്ന പോലെ they have the edge. പക്ഷേ we are Chelsea, we always love beating Tottenham, like, and on top of that ശരിക്കും നോക്കിയാൽ നമ്മുടെ ഒരു game week 1 we know we performed poorly and still we got those 3 points. അപ്പോൾ ആ ഒരു ഈ ഒരു 1 week I'm assuming that we have planned for Tottenham, we have upped the intensity, and since it's our ഒരു the biggest derby for Chelsea, I would say. നമ്മുടെ ഇംഗ്ലീഷ് സ്റ്റേഡിയം ഗോയിങ് ഫാൻസ് നോക്കിയാൽ ഇറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഡെർബി. ലൈക്ക് എവ്രിവൺ ഇൻ ചെൽസി ലവ്സ് ബീറ്റിംഗ് ടോട്ടനം. സോ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് വി വിൽ കം ഔട്ട് സ്ട്രോങ് ആൻഡ് വി ആർ ഓൾവേസ് ഗുഡ് വെൻ യു ആർ അണ്ടർഡോഗ്. സോ ആ ഒരു എക്സ്പെക്ടേഷൻ പോകുന്നതാണ്. സോ ഐ എം റിയലി ഹോപ്പിംഗ് ഫോർ us to beat them again. Awesome, great. ഇനി കളി തുടങ്ങാൻ ഏകദേശം ഒരു 20 മിനിറ്റ് ബാക്കിയുണ്ട്. നമ്മുടെ സ്ട്രീം നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. കാരണം ദിസ് എ വെരി ക്വിക്ക് ഷോർട്ട് സ്ട്രീം. പിന്നെ നമ്മൾ ഡെഫിനറ്റ്ലി പോസ്റ്റ് മാച്ച് എന്തായാലും ഉണ്ടാവും. അതിൽ എത്ര പേരുണ്ടാവും? ആസ്പിൻ അവൈലബിൾ ആണോ? ഗിരീഷൊക്കെ അവൈലബിൾ ആണോ പോസ്റ്റ് മാച്ചിൽ? Probably yes. I will have അവൈലബിൾ ആണ്. എന്താണ്? I will have to see നോക്കണം. ഓക്കെ, ഗ്രേറ്റ്. എനിവേ ഹോപ്പ്ഫുള്ളി നമുക്ക് ഒരു എക്സൈറ്റിംഗ് മാച്ച് കാണാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ചെൽസി ഫാൻസിന്റെ ഇടയിൽ നിന്ന് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കളിനെക്കാട്ടിലും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, ഒരു എന്താ പറയുക നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയാം, കൺവിൻസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ്. അതെ, അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അതെ, അറ്റ്ലീസ്റ്റ് ടോട്ടനമിനെതിരെങ്കിലും കാണാം. സോ അലോൺസോ ആൻഡ് എമർസൺ എന്തായാലും ഇസ് ഓൺ ദ വേ ഔട്ട്. ഐ തിങ്ക് ദാറ്റ്സ് പ്രിറ്റി ക്ലിയർ. ആംപഡു ഇസ് ഓൾസോ. അറ്റ്ലീസ്റ്റ് എനിക്കിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ സ്റ്റാർട്ടിംഗ് 11 അല്ല, ഒരു പ്രോപ്പർ 15 പ്ലേയേഴ്സ് ടു ചൂസ് ഫ്രം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാൻ ഇടയുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് ന്യൂസ്. സോ ലെറ്റ്സ് സീ എങ്ങനെയായിരിക്കും കളി ഡെവലപ്പ് ആവണം എന്നുള്ളത്. ഹോപ്പ്ഫുള്ളി ഫിംഗേഴ്സ് ക്രോസ് നല്ലൊരു കളി കാണാൻ പറ്റുന്നു. എനിവേ നമുക്കിനി പോസ്റ്റ് മാച്ചിലേക്ക് ഉള്ളത് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. താങ്ക്സ് ആസ്പിൻ, താങ്ക്സ് ഗിരീഷ്, ആൻഡ് അജിത് ഓൾറെഡി എക്സിറ്റ് ആയി പോയി. താങ്ക്സ് ഗൈസ്. ഹോപ്പ്ഫുള്ളി നമുക്ക് നല്ലൊരു മാച്ച് കാണാൻ പറ്റുന്നു. ടേക്ക് കെയർ ദെൻ, ബൈ.